അങ്ങനെ എമ്പുരാൻ കണ്ടു. സോ കണ്ടത് വെച്ച് ഞാൻ പറയാം, ഞാൻ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടോ ഈ സിനിമ തിയേറ്ററിൽ കാണാതിരിക്കരുത്. വലിയൊരു സ്ക്രീനിൽ കുറേ ആൾക്കാർ നടുവിലിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിസ്സാവും. അതിനുള്ള എല്ലാം ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന എല്ലാം ഈ സിനിമയിലുണ്ട്. ആദ്യം ഈ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ അവിടെ ഇനി സ്പോയിലറുകൾ ഉണ്ടാവും, സിനിമ കാണാത്തവർ ഇനി തുടർന്ന് കാണണ്ട. ഇതിലാദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഗ്രാൻഡറാണ്. ഇതിൻ്റെ ഒരു സ്കെയിലും ഇതിൻ്റെ വിഷ്വൽ വരുന്ന കാര്യങ്ങളും ഇതിലെ വിഷ്വലിൽ വരുന്ന സാധനങ്ങളും ആർട്ട് വർക്കും ലൊക്കേഷൻസും ഒരു മലയാള സിനിമയിൽ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. 80കളിൽ മലയാളത്തിൽ ശശി ജോഷി, ശശികുമാർ സിനിമകളൊക്കെ ഇതുപോലുള്ള ചില പൊളിറ്റിക്കൽ ആക്ഷൻ ഫിലിംസ് വന്നിട്ടുണ്ട്. കുറച്ച് വലിയ സ്കെയിലിൽ വേറെ വേറെ ലൊക്കേഷനുകളിൽ കുറേ ക്രൗഡിനെ ഉപയോഗിച്ച് ആ സമയത്തുള്ള കേരള പൊളിറ്റിക്സുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ ഗംഭീര ചേസുകളും ആക്ഷൻ സീക്വൻസൊക്കെയുള്ള വൻ പടങ്ങൾ ആ സമയത്ത് ചിലത് വന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ കുറച്ചുകൂടെ കണ്ടന്റിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സ്കെയിൽ സിനിമകൾ നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് അത്തരത്തിലൊരു ഇത് കിട്ടിയത് നമുക്ക് ലൂസിഫറിൽ തന്നെയാണ്. ഒരു ജോഷി പടം കണ്ട പോലെയൊക്കെ ആയിരുന്നു ലൂസിഫർ ആദ്യം കണ്ടപ്പോൾ ഒരു ഫീല്. ഇവിടെ എത്തിയപ്പോൾ ഇത് കേരളവും വിട്ട് ഇന്ത്യയും വിട്ട് ഇതിന് പുറമെയുള്ള പല പല വിദേശ രാജ്യങ്ങളെ അതേ ഒരു ഒതൻറ്റിസിറ്റിയിൽ ആ നാട്ടിലുള്ള കറക്റ്റ് വിഷ്വൽ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അത്രയും നീറ്റായിട്ട് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടുണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് കുറച്ച് ഹമ്മറും കുറേ പട്ടാളക്കാരും തോക്കും ഹെലികോപ്റ്ററും കൊണ്ടുവന്നാൽ ഇതിനൊരു ഇൻ്റർനാഷണൽ ഫീല് കിട്ടണമെന്നില്ല. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ലോക്കലായിട്ട് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ചിരുത്തെ ശിവ സംവിധാനം ചെയ്ത വിവേകം, അതേപോലെ ഇപ്പോൾ അവസാനം വന്ന കങ്കുവ പോലത്തെ സിനിമകളാണ്. അവിടെയും ഈ ഇൻ്റർനാഷണൽ ആൾക്കാരും ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഈ എമ്പുരാനിൽ കാണുമ്പോൾ കിട്ടുന്നൊരു ഹോളിവുഡ് സിനിമ, ഒരു ഇൻ്റർനാഷണൽ സിനിമ കാണുമ്പോൾ ഉള്ളൊരു ഫീല് ആ സിനിമയിലേക്കൊന്നും കിട്ടിയിട്ടില്ല. അതിലും സീനിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇതാണെങ്കിലും ആ ഫീലിൽ വ്യത്യാസമുണ്ട്. എമ്പുരാനിലെ ഗുണം അതാണ്, എമ്പുരാൻ ഒരു ക്ലാസ് ഫീലുണ്ട്. അത് സിനിമാറ്റോഗ്രഫിയിലാണെങ്കിലും എഡിറ്റിങ്ങിലാണെങ്കിലും മൊത്തത്തിലുള്ള ടോണിലാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്രാൻഡർ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു രണ്ടാം ഭാഗത്തിൽ ഈ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാവുന്നു. സോ അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത് ശരിയല്ല തൊട്ട്, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്തായാലും പൃഥ്വിരാജ് എന്ന് പറയുന്നൊരു സംവിധായകൻ ഒരു സിനിമ ചെയ്യുന്നു. പക്ഷേ പൃഥ്വിരാജ് ഒരു സംവിധായകൻ മാത്രമല്ല, ഒരു ആക്ടറും കൂടെയാണ്, ഒരു സ്റ്റാറും കൂടെയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പടത്തിൽ ഞാനൊരു റോള് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനെന്ന സ്റ്റാറിന് പെർഫോം ചെയ്യാനുള്ള കുറച്ച് സ്പേസും കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കണമല്ലോ. അതുകൊണ്ടാണ് രണ്ടാം ഭാഗത്തിൽ സയ്യിദ് മസൂദ് കുറച്ചുകൂടെ ഉണ്ടാവുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രണ്ടാം ഭാഗത്തിൽ പൃഥ്വിരാജിന് കുറച്ചുകൂടെ സീനുകളും കൈയടി കിട്ടാനുള്ള കാര്യങ്ങളും സ്ക്രീൻ സ്പേസും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ സിനിമയിൽ പൃഥ്വിരാജിൻ്റെയും സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ്. ഇതിൽ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ട്, പക്ഷേ അത് ചെയ്തിരിക്കുന്നത് കുട്ടിക്കാലത്ത് സയ്യിദ് മസൂദ് ആണ്. അത് കാർത്തികേയ എന്ന് പറഞ്ഞ ആക്ടറാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. സോ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറിനെ പൃഥ്വിരാജ് തന്നെ അവതരിപ്പിക്കുന്നതുകൊണ്ട് തനിക്ക് കുറച്ചുകൂടെ കൈയ്യടി കിട്ടാവുന്ന പരിപാടികളെല്ലാം ചെയ്യാമായിരുന്ന ഒരു സിനിമയാണ്. സോ അങ്ങനെ ഞാനെന്ന താരത്തിന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇതിലൊന്നും ചെയ്യാതിരുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. ഇനി ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫാക്ടർ മഞ്ജു വാര്യരുടെ ക്യാരക്ടറാണ്. ഈ സിനിമയിൽ ഏറ്റവും സ്മാർട്ടായ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഏറ്റവും പ്രധാനമായിട്ടും സക്സസ്ഫുൾ ആവുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരുടെ ക്യാരക്ടറാണ്. കേരള പൊളിറ്റിക്സിൽ ഇവർ ഭാഗമാണെങ്കിലും ഇവർ പുറമെ നിന്ന് നോക്കി നിൽക്കുന്ന ഒരാളെ പോലെയാണ് ലൂസിഫറിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ ഇവർ ഇതിലേക്ക് ഇടപെടുന്നുണ്ട്. ഇവരുടെ ക്യാരക്ടർ ആർക്കും ഇവരുടെ ഒരു ചേഞ്ചുമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങുമ്പോൾ മഞ്ജു വാര്യർ സംസാരിക്കുന്നതും പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ മാറി 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 അവരുടെ ക്യാരക്ടറിന് ഒരു ഗ്രോത്ത് വരുന്നത്, അവരുടെ കോൺഫിഡൻസും സ്മാർട്ട്നെസ്സും കൂടുന്നതൊക്കെ ഗംഭീരമായിട്ട് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിൽ രണ്ടുപേര്, ഒന്ന് ബൈജുവിൻ്റെ ക്യാരക്ടർ ചില സമയത്തുള്ള ആളുടെ എക്സ്പ്രഷൻസും ചില ഡയലോഗ്സും, പ്രധാന സമയങ്ങളിൽ ചില പ്രധാന ഡയലോഗുകൾ ബൈജുവാണ് ഇതിൽ പറയുന്നത്. അതേപോലെ ആക്ടർ നന്ദുവിൻ്റെ ക്യാരക്ടർ ഇതിൽ കറക്റ്റാണ്. ആൾ കറക്റ്റ് ഒരു വ്യക്തിത്വമുള്ളൊരു ക്യാരക്ടറാണ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള ഒരാൾ, അപ്പോൾ ലൂസിഫറിൽ ആൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെ ആൾ ബിഹേവ് ചെയ്യുന്നത്. ആൾക്ക് പാർട്ടിയോടും ജനങ്ങളോടും കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സോ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര വ്യക്തിത്വമുള്ളൊരു ക്യാരക്ടറായിട്ട് തോന്നി. അപ്പോൾ അതൊരു മെയിൻ ക്യാരക്ടറല്ല, ബട്ട് സ്റ്റിൽ അത് നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, എൽ എന്ന് പറയുന്ന ഒരു ലെറ്ററിനെ ഈ സിനിമയിൽ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 1-2 സ്ഥലങ്ങളിലുണ്ട്. ഭയങ്കര രസമാണ് ആ പ്ലേസ്മെൻറ്റ്. അത് 3 സ്ഥലങ്ങളിലാണ് എൽ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് ഒരു എല്ലുണ്ട്, ഇൻ്റർവെലിനൊരു എല്ലുണ്ട്, അത് കഴിഞ്ഞ് ഇൻ്റർവെലിന് ശേഷമുള്ള ആ ഒരു ഗംഭീര സീനിലും ഈ ഒരു എല്ല് വരുന്നുണ്ട്. അത് നൈസായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്.
അതൊരു ബ്രില്യൻറ്റ് വർക്കാണ്. അടുത്തൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഈ സിനിമയിൽ അവർക്ക് 3 കാര്യങ്ങൾ പറയണം. ഒന്ന്, ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലിൻ്റെ അയാളുടെ ഒരു ലൈഫ്, അയാളുടെ നെക്സസും മറ്റ് നെക്സസുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇൻ്റർനാഷണലി അയാൾക്കുള്ള ചാലഞ്ചുകളും കാര്യങ്ങളും പറയണം. രണ്ടാമതായിട്ട് കേരള പൊളിറ്റിക്സ് പറയണം. കേരള പൊളിറ്റിക്സ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് പുതിയ ചാലഞ്ചസ് എന്നുള്ളത് പറയണം. സയ്യിദ് മസൂദിൻ്റെ ലൈഫ്, അവനെങ്ങനെ അവിടെ നിന്നും ഇവിടെ എത്തി, ഇനി അയാൾ എന്ത് ചെയ്യാൻ പോകുന്നു, അയാളുടെ ഒരു റിവെഞ്ച് കഥ. ഈ 3 കാര്യങ്ങളും ഇതിൽ പറയണം. ഇത് മാറി മാറി കാണിക്കണം. ഇതിൻ്റെ എല്ലാം ഇൻ്റർ കണക്ഷനും കൊണ്ടുവരണം. ആ കാര്യത്തിൽ ഇവർ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഈ 3 കഥകളും കണക്റ്റഡ് ആണ്. ഇതിൻ്റെയൊക്കെ സൊല്യൂഷനും 1 by 1 ആയിട്ട് നടക്കുന്നുമുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ ഈ ഒരു സ്ക്രിപ്റ്റിനെ സമ്മതിക്കണം. മൂന്ന് സ്ഥലങ്ങളിൽ നടക്കുന്ന 3 തരത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ഇതിൽ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൽ ഇഷ്ടപ്പെടാത്തതെന്ന് പറയാനില്ല, പക്ഷേ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്ന കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ആക്ഷൻ കൊറിയോഗ്രാഫിയാണ്. ഈ സിനിമയിൽ എല്ലാവരും നന്നായി പറഞ്ഞത് ആ കാട്ടിലുള്ള ഫൈറ്റാണ്. പക്ഷെ അവിടെയും ആക്ഷൻ കൊറിയോഗ്രാഫി പോരാ. അവിടെ ഒരു റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. നിങ്ങൾ സിനിമ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ, വലത്തെ കൈ കൊണ്ട് ഒരു ഗുണ്ടയെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇടത്തെ കൈ ഇങ്ങനെ സ്റ്റിഫായിട്ട് പിടിച്ചിട്ട് ലാലേട്ടൻ നിൽക്കും ഈ ഫൈറ്റിനിടയിൽ. അങ്ങനെ ഒരു 3 തവണ നിൽക്കുന്നുണ്ട്. സോ ഈ ഓരോ തവണ അങ്ങനെ നിൽക്കുമ്പോഴും ഫൈറ്റ് തീർന്നു എന്നൊരു പ്രതീതി വരും. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും അങ്ങനെ ഒന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ ഉണ്ട് ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ. പിന്നെ ക്ലൈമാക്സ് ആക്ഷൻ സീക്വൻസ് ആണ്. ക്ലൈമാക്സ് ആക്ഷൻ സീക്വൻസിലെ പ്രശ്നം എന്ന് പറയുന്നത് ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ലൂസിഫറിലും ഒരു ഹിന്ദി പാട്ട് വെച്ചിട്ടാണ് ക്ലൈമാക്സിൽ ആക്ഷൻ സീക്വൻസ്. അവിടെ റഫ്താരയായിരുന്നു, ഇവിടെ ഫിർസിന്ദ എന്നുള്ള പാട്ടായിരുന്നു. നമ്മൾ റഫ്താരയുടെ സമയത്തുള്ള ആക്ഷൻ സീക്വൻസിൻ്റെ പ്രത്യേകത, അവിടെ ഫിയോദോർ എന്ന് പറയുന്ന ഒരു വലിയൊരു വില്ലൻ, അയാളുടെ ഒരു കോട്ടയാണത്. അവിടേക്ക് പുറമെ നിന്ന് ആർക്കും കയറാൻ പറ്റില്ല എന്നുള്ളത് ബോബിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ അബ്ദുൾ എന്നുള്ള ക്യാരക്ടർ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ബോബിയെ പോലെ ഒരു ഔട്ട്സൈഡർക്ക് ഇവിടെ കയറി വരാൻ പറ്റുന്ന സ്ഥലമല്ല എന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നെ സ്പൈ സാറ്റലൈറ്റിന് പോലും ഇതിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ആ സ്ഥലം പെട്ടെന്ന് ഒരാൾക്ക് കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ലെന്നുള്ളത് ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അവിടേക്കാണ് സയ്യിദ് മസൂദിൻ്റെ ഗ്യാങ് വരുന്നത്. സോ ഈ ഒരു ആക്ഷൻ സീക്വൻസ് ഈ ഒരു സ്ഥലത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഈ ഫിയോദോറിൻ്റെ അവിടെ നമ്മുടെ ബോബിയെ കെട്ടിവെച്ചിരിക്കുന്ന സ്ഥലം വരെ എത്തണം. സോ അത്രയും ഭാഗത്തുള്ള ആൾക്കാർ ഇടിച്ചിട്ട് കയറി പോകണം. അങ്ങനെ വന്നപ്പോൾ അതിനൊരു മൂവ്മെൻ്റ് ഉണ്ട്, അതിനൊരു പ്രോഗ്രസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഈ ക്ലൈമാക്സ് ആക്ഷൻ സീക്വൻസ് ഒരു കൊട്ടാരത്തിൻ്റെ മുറ്റത്താണ് നടക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് വലിയ ചാലഞ്ച് ഒന്നുമില്ല. പിന്നുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, അത് പലരും പറഞ്ഞു, അവിടെ ഖുറേഷി എബ്രഹാമിനെ പോലെ ഒരാൾ അവിടെ വന്നൊരു ആളെ നേരിട്ട് ഗുണ്ടകളെ പോലെ വന്ന് ഇറങ്ങി ഇടിക്കില്ല. അയാൾക്ക് എൻ്റെ ആവശ്യമില്ല, അയാളുടെ തോക്കുകളുണ്ട്, വെടിവെച്ച് കൊന്നാൽ മതി എന്നുള്ളൊരു സംഭവം. പക്ഷേ കുറച്ച് നേരത്തെ ഈ കാട്ടിലെ ഫൈറ്റിലും ഇതേ ലോജിക്ക് നമുക്ക് ഉപയോഗിക്കാം. അവിടെ ഖുറേഷി എബ്രഹാമിന് നേരിട്ടൊന്നും ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല, തോക്കുള്ള ആൾക്കാർ അപ്പോൾ അയാളുടെ കൂടെ ഉണ്ട്, ഇവരൊക്കെ വെടിവെച്ച് വന്നാൽ മതി. അവിടെ വെച്ച് ആൾക്ക് ഇറങ്ങി തല്ലാൻ തോന്നി. അതേപോലെ ഇവിടെയും സയ്യിദ് മസൂദിൻ്റെ ഒരു കാര്യമായതുകൊണ്ട് ആൾക്ക് ഇറങ്ങി തല്ലാൻ തോന്നിക്കാണും. അത് അയാളുടെ ഒരു പേഴ്സണൽ ഇഷ്ടം. എപ്പോഴും തോക്കും പിടിച്ച് ഇറക്കുമ്പോൾ ചിലപ്പോൾ ആൾക്ക് ബോറടിക്കുന്നുണ്ടോ, ഇടയ്ക്ക് കൈയും കാലൊക്കെ ഒന്ന് അലക്കണ്ടേ, അതിനത്രയും ചിന്തിച്ചാൽ മതി. പക്ഷേ ആ ആക്ഷൻ സീക്വൻസിൽ ഒരു വെറൈറ്റി കൊണ്ടുവരാനോ ഒരു പ്രോഗ്രസ് ഇല്ല, അതിന് ഒരു ഗ്രാഫില്ല, അത് ഫ്ലാറ്റാണ്. ആ ആക്ഷൻ തുടക്കം തൊട്ട് അവസാനം വരെ ഫ്ലാറ്റാണ്. അതിലൊരു കയറ്റിറക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ടെൻസ് ആയിട്ടുള്ളൊരു ത്രില്ലിങ് സംഭവം ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ്, ഒരു ഇമ്പാക്റ്റ് കിട്ടിയെന്ന് തോന്നി. പിന്നെ ഈ രണ്ടാമത്തെ ഈ പാട്ടും ഫിർസിന്ദ എന്നുള്ളത് പാട്ട് തുടക്കത്തിൽ കൊള്ളായിരുന്നു, പിന്നീട് ആ പാട്ട് തീരുന്നവരെ ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു തോട്ടിലേക്ക് പോയി. പിന്നെ അടുത്ത പ്രശ്നം, ഈ സിനിമയിൽ മാസ് സീനുകളില്ല. ഇപ്പോൾ നിങ്ങൾ പറയും മാസ് സീനുകൾ ഉണ്ടല്ലോ, അതുണ്ടല്ലോ, ഇതുണ്ടല്ലോ, പക്ഷേ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സിനിമയിൽ ഒരു പ്രോപ്പർ മാസ് സീക്വൻസ് ഇല്ല. അത് ഞാൻ ലൂസിഫർ വെച്ച് തന്നെ പറയാം. ഇപ്പോൾ ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമുള്ളിക്കെതിരെ ഒരു കേസ് വരുന്നു, സ്റ്റീഫനെതിരെ കേസ് വരുന്നു, സ്റ്റീഫൻ ജയിലിലാവുന്നു, ഇത്രയും കാണിച്ചാൽ മതി. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഈ പോലീസുകാരൻ വന്നിട്ട് സ്റ്റീഫൻ നെടുമുള്ളിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സീൻ അവിടെ വന്നു. കാരണം അയാൾ എന്തായാലും അറസ്റ്റ് ചെയ്യണമല്ലോ. ഈ അറസ്റ്റ് ചെയ്യാൻ അവിടെ പോകുമ്പോൾ അവിടെ കുട്ടികൾ വരുന്നു, ഈ കുട്ടികളെ ഇയാൾ പിടിച്ച് തള്ളുന്നു. അവിടെ ആ ഐക്കോണിക് ആയിട്ടുള്ള എൻ്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് പറയുന്ന ആ ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. സോ അതൊരു മാസ് മൊമെൻ്റാണ്. സിനിമയുടെ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് അതിനിടയിൽ അവരൊരു മാസ് സീൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ സീനുകൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ അത്തരം സീനുകളെല്ലാം ഈ ഖുറേഷി എബ്രഹാമിൻ്റെ എൻട്രിയാണ്, അല്ലെങ്കിൽ സയ്യിദ് മസൂദിൻ്റെ എൻട്രിയാണ് മാസ് മൊമെൻ്റായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിവർ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്റ്റാർ വാല്യൂ കൊണ്ടും ഈ ക്യാരക്ടറിൻ്റെ ഒരു ഇമേജും കൊണ്ടുള്ളൊരു ഫീലാണ്. അതായത് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു, അവിടേക്ക് ഒരു സൊല്യൂഷൻ പോലെ ഇവരാരെങ്കിലും എൻ്റർ ചെയ്യുന്നു. സോ അതാണ് അവിടുത്തെ ഒരു മാസ് മൊമെൻറ്റ്. അതല്ലാതെ നേരത്തെ ലൂസിഫർ പറഞ്ഞ പോലത്തെ ഒരു മാസ് മൊമെൻറ്റുകളൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഒരു മാസ് ഡയലോഗൊന്നുമില്ല. അപ്പോൾ പഴയ സിനിമയിലെ ഡയലോഗുകളെ വീണ്ടും റീയൂസ് ചെയ്യുക, അതിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതല്ലാതെ
ഒരു പുതിയ ഒരു പക്ക ഒരു മാസ് ഡയലോഗോ മാസ് സീക്വൻസോ എനിക്ക് ഈ സിനിമയിൽ കിട്ടിയില്ല. ഇനി അടുത്ത പ്രശ്നം, ഇത് മാസ് സീനുകളെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനൊരു സീൻ ഉണ്ടല്ലോ, കബൂക്കെ ഒരു വാണിംഗ് കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അത് മാസ് സീൻ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ആ സീൻ തന്നെയായിരുന്നു പ്രശ്നം. അവിടെ ആ സീൻ വന്നതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ കബൂക്ക് ഒട്ടും സ്ട്രോങ് അല്ല എന്നുള്ളൊരു ഫീൽ കിട്ടി. സ്റ്റീഫൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ കെ എന്ന് പറയുന്ന ഖുറേഷി അബ്രാം ഇതിനേക്കാളും സ്ട്രോങ് ആണെന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ അതിനെ റിവേഴ്സ് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ബെറ്റർ ആവുമായിരുന്നു എന്ന് തോന്നി. കബൂക്കയാണ് ഇത് കെയോട് പറയുന്നത്, അതായത് ഈ ബുള്ളറ്റ് എനിക്ക് നിൻ്റെ തലയിൽ ഇടാൻ പറ്റും എന്ന രീതിയിലായിരുന്നു വാണിംഗ് വരുന്നതെങ്കിൽ നമുക്ക് കബൂക്ക കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ഇവർ തമ്മിലൊരു കോംപ്രമൈസ് മീറ്റ് കബൂക്ക പറയുന്ന സ്ഥലത്ത് വെച്ച് നടത്തണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ വരും, ഇവിടെ എന്തെങ്കിലും നടക്കുമോ, കെ അത്ര സ്ട്രോങ് അല്ല, കബൂക്കയുടെ ലൊക്കാലിറ്റിയാണ്, എന്താണ് നടക്കാൻ പോകുക, അങ്ങനെ ഒരു സംഭവം വരും. പക്ഷേ ഇവിടെ ആദ്യം തന്നെ സർവശക്തനായിട്ട് ഈ കെ എ എന്ന് പറയുന്ന ആളെയും ഇയാളുടെ ഗ്യാങ്ങിനെയും കാണിച്ചുകൊണ്ട് പിന്നെ അയാൾക്ക് വരുന്ന പ്രതിബന്ധങ്ങളൊന്നും നമുക്ക് പ്രതിബന്ധങ്ങളായിട്ട് തോന്നില്ല. സോ അവിടെ കുറച്ചുകൂടെ ഒബ്സ്റ്റക്കിൾസ് വേണമായിരുന്നു, വില്ലൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വർക്കായേനെ. അടുത്തൊരു കാര്യം ഇതിൻ്റെ ഗ്രാൻഡറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ലണ്ടനിലെ വാട്ടർലൂ മെട്രോ സ്റ്റേഷൻ ബ്ലോക്ക് ചെയ്തിട്ട് ഞാനൊരു സീക്വൻസ് ഷൂട്ട് ചെയ്തു, അതിൻ്റെ പെർമിഷൻ കിട്ടാതെ നേരിട്ട് ചെന്നിട്ടാണ് പെർമിഷൻ വാങ്ങിയെടുത്തത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓക്കെ, അപ്പോൾ അവിടെ ഒരു നല്ലൊരു സീക്വൻസ് ഉണ്ടാവും. ആ ഒരു മെട്രോ ട്രെയിനിൽ ഒരു ചേസിങ്ങോ ഒരു ആക്ഷനോ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലോ സംതിങ് അവിടെ ഒരു ഗംഭീര സാധനം അവർ ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ആ ഒരു മെട്രോയിലുള്ള സീൻ അത്ര ഇമ്പാക്ട്ഫുൾ ആയില്ല. അത് ലണ്ടനിലെടുത്താലും ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെടുത്താലും എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്തില്ല. അത് ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ലണ്ടനിൽ ഇങ്ങനെ മെട്രോ ബ്ലോക്ക് ചെയ്തൊരു സീൻ എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. ഇപ്പം ഞാൻ പ്രതീക്ഷിച്ച എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പോൾ കിക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ സൽമാൻ ഖാൻ്റെ കിക്ക് എന്ന് പറയുന്ന സിനിമ, അതിൽ സൽമാൻ ഒരു ഡബിൾ ഡെക്കർ ബസ് ഓടിച്ചിട്ട് അയാളെ പിടിക്കാനായിട്ട് പോലീസോ ഇൻ്റർപോളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ചേസ് സീക്വൻസ് ലണ്ടനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു ചേസ് എടുത്തത് തന്നെ നമുക്ക് അത്ഭുതമാണ്. ഈ ചേസിനിടയ്ക്ക് ഈ ബസ് ഇടിച്ചിട്ട് ഈ സ്ട്രീറ്റിലുള്ള ഒരു പ്രതിമ തകർന്നു പോകും. ഇപ്പോൾ അത് ആദ്യം കാണുമ്പോൾ ഐ വാസ് ലൈക്ക് അമ്പോ, വിദേശത്ത് പോയിട്ട് ഇങ്ങനൊരു സംഭവം ഷൂട്ട് ചെയ്യുന്നു, അവിടുത്തെ ഒരു പൊതുമുതൽ നശിപ്പിക്കുന്ന പോലെയൊക്കെ ഇവർ ചെയ്തല്ലോ എന്നുള്ളതാണ്. പിന്നെ നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ അറിയാം അത് ഇവർക്ക് പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രതിമയാണ്. പക്ഷേ ആദ്യം അത് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, വിദേശ രാജ്യത്ത് പോയിട്ട് ചേസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അമ്പോ കൊള്ളാൻ തോന്നും. അവിടുത്തെ ഒരു പ്രോപ്പർട്ടി പൊളിക്കുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫീൽ കിട്ടില്ലേ, ഓക്കെ ഇവർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഫീല്. അതുപോലെ എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു ഈ ഒരു ഇൻ്റർവ്യൂ കാരണം. പക്ഷെ അങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതിൻ്റെ ഗ്രാൻഡർ ചില സ്ഥലത്ത് വർക്കായിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളൊക്കെ പോയി എടുത്തത്. ചില സ്ഥലത്ത് എന്തിന് അതിൻ്റെ ആവശ്യം അല്ല, അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അത്രയ്ക്കും ക്ലിയർ ആയില്ല. ഇവരെടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ സീനിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചില സീനുകളിൽ. ഇനി അടുത്ത ഈ സിനിമയിൽ എനിക്കൊരു ഇമ്പ്രൂവ് ചെയ്യാമെന്ന് തോന്നിയത് ജതിൻ രാംദാസിൻ്റെ ക്യാരക്ടറാണ്. ജതിൻ രാംദാസിൻ്റെ ക്യാരക്ടർ ടൊവിനോ അവതരിപ്പിച്ച ജതിൻ രാംദാസ് എന്തിനിങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളത് അയാൾക്ക് ഏതെങ്കിലും ഒരു സീനിൽ പറയായിരുന്നു. അയാൾ മഞ്ജു വാര്യരുടെ ക്യാരക്ടറായിട്ടൊരു സീനുണ്ട്, മോഹൻലാലിൻ്റെ ക്യാരക്ടറായിട്ടൊരു സീനുണ്ട്. ഇവിടെയൊക്കെ അയാൾക്ക് ക്ലിയർ ആയിട്ട് പറയായിരുന്നു ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, എന്താണ് അയാളുടെ തോട്ട് പ്രോസസ്സ് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അത് അയാൾക്ക് എവിടെയെങ്കിലും പറയായിരുന്നു. അതായത് ഞാൻ പ്രതീക്ഷിച്ചത് ഇതാണ്, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ മതേതരത്വമൊന്നുമില്ല എന്നൊക്കെ പെരിഫറലായിട്ട് ആൾ പറഞ്ഞു പോകുന്നുണ്ട്. അല്ലാതെ എക്സാക്ട്ലി വൈ ഐ ആം ലൈക്ക് ദിസ് എന്നുള്ളത് ആൾ പറയുന്നില്ല. അതൊരു മിസ്സിംഗ് ആയിട്ട് തോന്നി. അതുണ്ടായിരുന്നെങ്കിൽ ആ ക്യാരക്ടർ കുറച്ചുകൂടെ ക്ലിയർ ആയേനെ. ഇതിൽ ഏതെങ്കിലും ഒരു സീനിൽ അയാൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയെന്നുള്ളതെന്ന് പറയുന്ന ഒരു സീനും ഒരു ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായനെന്ന് തോന്നി. സോ എമ്പുരാൻ എന്ന് പറയുന്നത് പൃഥ്വിരാജ് പ്രൊമോഷൻസിൻ്റെ സമയത്ത് പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ടും വർക്കാവുന്ന സിനിമയാണ്. ഈ ഒരു പഴയ ആൾക്കാരെ അറിയില്ലെങ്കിലും ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമാവും. പക്ഷേ ചില സമയത്തൊക്കെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ഒന്നാം ഭാഗം ഇതിന് ബാധ്യതയാവുന്നുണ്ട്. ലൂസിഫറിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നിയില്ല. പക്ഷേ ലൂസിഫറിൻ്റെ കാര്യം ഇതുപോലെ തന്നെയായിരുന്നു. ഈ സിനിമ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ കണ്ട പോലെയാണ് തോന്നിയത്. എന്നിട്ട് അന്ന് രാത്രി ഞാൻ എൻ്റെ ഫ്രണ്ട് ശ്രീരാജനെ വിളിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ആദ്യത്തെ അവസാനത്തെ സീനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളത് ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലർ. ഞാൻ നേരത്തെ പറഞ്ഞ ഐ വി ശശി ജോഷി സിനിമ പോലത്തെ ഒരു സിനിമയാണ്. പക്ഷേ ആദ്യത്തെ അവസാനത്തെ സീൻസ് കൊണ്ട് ഇതിനെ വേറൊരു ലെവലിലേക്ക് ആക്കാൻ പൃഥ്വിരാജിനും മുരളി ഗോപിക്കും കഴിഞ്ഞിരുന്നു. അതേപോലെ മേ ബി എമ്പുരാൻ ഇനി അടുത്തടുത്ത കാഴ്ചകളിൽ കൂടുതൽ കാര്യങ്ങൾ തെളിഞ്ഞു വന്ന് ഇനി പഴം തോറും വീര്യം കൂടുന്ന ഒരു വീഞ്ഞായി മാറാനും സാധ്യതയുണ്ട്.